നമസ്കാരം മക്കളെ, നമ്മുടെ അടുത്ത ചാപ്റ്ററാണ് മുർക്കി ഉർഫ് ബുലാക്കി എന്നുള്ളത്. ഇതൊരു കഥയാണ് മക്കളെ. നമ്മുടെ ഹിന്ദിയുടെ ഫേമസ് റൈറ്ററായിട്ടുള്ള അമൃത പ്രീതമിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു കഥയാണ് മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം അമൃത പ്രീതത്തിനെ കുറിച്ച് നോക്കാം. പേജ് നമ്പർ 74 മക്കളെ. പഞ്ചാബി और ഹിന്ദി की വിഖ്യാത ലേഖിക. നമ്മുടെ ഹിന്ദിയിലെ മാത്രമല്ല പഞ്ചാബി ഭാഷയിലും ആരെഴുതുന്നുണ്ടായിരുന്നു? അമൃത പ്രീതം എഴുതുന്നുണ്ടായിരുന്നു. അപ്പം പഞ്ചാബിയിലെയും ഹിന്ദിയിലെയും വളരെ പ്രശസ്തയായിട്ടുള്ള എഴുത്തുകാരിയായ അമൃത പ്രീതം എന്തൊക്കെ എഴുതിയിട്ടുണ്ട്? ഉപന്യാസം എഴുതിയിട്ടുണ്ട്, കഹാനി, കവിത, സംസ്മരൺ ഏവം ആത്മകഥ. അപ്പോൾ ഈ എല്ലാ മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ച്, സംസ്മരൺ മീൻസ് ഓർമ്മക്കുറിപ്പാണ് മക്കളെ, ആത്മകഥ മീൻസ് ആത്മകഥ അറിയാലോ. അപ്പോൾ ഈ എല്ലാ ഫീൽഡിലും എഴുത്തുകൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അമൃത പ്രീതം. पंजाब के गुजरांवाला में 1919 को उनका जन्म हुआ. അപ്പം പഞ്ചാബിലെ എവിടെ? ഗുജറാംവാല എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് 1919 ആര് ജനിച്ചത്? അമൃത പ്രീതം ജനിച്ചത്. ദേശി അവർ വിദേശി ഭാഷാവോമി ഉൻകി രചനാവോങ്ക അനുപാതം. നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല മറിച്ച് എന്താണ് വിദേശ രാജ്യങ്ങളിൽ പോലും അവരുടെ മീൻസാണ് അമൃത പ്രീതമിൻ്റെ രചനകളുടെ ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു കൃതി എപ്പോഴാണ് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തോന്നുന്നത്? അത് മഹത്തരമാണെന്ന് തോന്നുമ്പോൾ. അപ്പോൾ അത്രയ്ക്ക് മഹത്തരമായതുകൊണ്ട് അവരുടെ ഒരുപാട് രചനകൾ നമ്മുടെ എന്താണ് ബാക്കി ലാംഗ്വേജസിൽ മാത്രമല്ല മറിച്ച് വിദേശ ഭാഷകളിൽ കൂടി അതിനെന്തുണ്ടായിട്ടുണ്ട്? ട്രാൻസ്ലേഷൻ ഉണ്ടായിട്ടുണ്ട്. 1982 के ज्ञानपीठ पुरस्कार से वे सम्मानित हुई. 1982 അമൃത പ്രീതമിന് എന്ത് ലഭിച്ചു? ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു. कहानियों के आंगन में कहानियाँ जो कहानियाँ नहीं है ആദി ഉൻകെ ചർച്ചിത കഹാനി സംഗ്രഹം. അപ്പോൾ അവരുടെ അമൃത പ്രീതമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 കഥകളാണ്. ഏതൊക്കെ? കഹാനിയോങ്കെ ആംഗൻമേം കഹാനിയാം ജോ കഹാനിയാം നഹി ഹെ. അപ്പോൾ ഇത് രണ്ടുമാണ് അമൃത പ്രീതമിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 കഥകൾ. പിന്നെന്താ? 2005 को उनकी मृत्यु हुई. 2005 ആര് മരിക്കുന്നു? അമൃത. 1919 ജനിച്ച് ഏത് വർഷം? 1919 ജനിച്ച് 2005 ആര് മരിക്കുന്നത്? അമൃത പ്രീതം എന്താണ് മരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എന്താണ് ബുക്കിൻ്റെ എന്താണ് പാഠത്തിൻ്റെ പേരെന്താണ് മക്കളെ? മുർഫി ഉർഫ് ബുലാക്കി. അപ്പോൾ ഇതിലെ ഒരു കഥാപാത്രം നമ്മുടെ എത്രയൊക്കെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറഞ്ഞാലും നമ്മുടെ സമൂഹത്തിൽ എല്ലാ സ്ത്രീകളും എന്താണ് ഒരുപാട് ദുഃഖങ്ങളും അല്ലെങ്കിൽ പ്രയാസങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോഴെന്താണ് നമ്മുടെ നമുക്ക് നമ്മുടെ രാജ്യത്ത് അർഹമായിട്ടുള്ള സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള പരിഗണനയോ അല്ലെങ്കിൽ എന്താണ് സുരക്ഷിതത്വമോ ഒന്നും നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ ശാരീരികവും മാനസികവുമായ ചൂഷണമേറ്റ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നില്ല? കാരണം ആ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാനോ ഒന്നും ശ്രമിക്കുന്നില്ല, മറിച്ച് പതറാതെ എന്താണ് ഒരു ജീവിതത്തെ എന്ത് ചെയ്യുന്നു? മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സ്ത്രീയുടെയും ആ സ്ത്രീയുടെ പേരാണ് മുർക്കി അല്ലെങ്കിൽ ബുലാക്കി എന്ന് പറയുന്നത്. പിന്നെ ഒരു അമ്മയുടെയും, കാരണം ആ അമ്മയുടെ ഒരു ഒരു ശ്രേഷ്ഠതയും കൂടെ വേറൊരു അമ്മയുടെ ഒരു ശ്രേഷ്ഠതയും കൂടി ഇതിൽ പറയുന്നുണ്ട്. അപ്പം 2 സ്ത്രീ രത്നങ്ങളുടെ കഥയാണ് നമുക്കിതിൽ. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? പരാജയപ്പെട്ടു പോകുന്നു, മാനസികവും ശാരീരികവുമായി പരാജയപ്പെട്ടു പോകുന്നു. എന്നിട്ടും അവൾ എന്ത് ചെയ്യുന്നു? പിടിച്ചു നിൽക്കുന്നു, പതറാതെ എന്ത് ചെയ്യുന്നു? ഒരു സംഘർഷഭരിതമായ ജീവിതം നയിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു. അപ്പം അങ്ങനെ ഒരു അവസാന പെൺകുട്ടി മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കഥയാണ് ഏത്? മുർക്കി ഉർഫ് ബുലാക്കി. ഈ മുർഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്മലില്ലേ മക്കളെ, കമ്മൽ. പിന്നെ ബുലാക്കി എന്ന് വെച്ചാൽ മുക്കുത്തി, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ധരിച്ച പെൺകുട്ടിയെ ഈ അമ്മ, ഇതിലുള്ള ഒരു അമ്മ വിളിക്കുന്ന ആ പെൺകുട്ടി തന്നെ വിളിക്കുന്നതാണ് മുർക്കി അല്ലെങ്കിൽ ബുലാക്കി എന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. മാ മുർക്കി കാ ബ്യാ കബ് ഹുവാ താ. അപ്പോൾ ഒരു മകൻ തൻ്റെ അമ്മയോട് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവരുടെ വീട്ടിലാണ് ആരാണ് ഈ മുർക്കി അല്ലെങ്കിൽ ബുലാക്കി ഇത്രയും നാൾ ജീവിച്ചത്. അപ്പോൾ ആ മകൻ അമ്മയോട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നത്? മാ അമ്മേ, മുർക്കി കാ ബ്യാഹ് കബ് ഹുവാ താ. മുർക്കിയുടെ ബ്യാഹ് മീൻസ് വിവാഹം. വിവാഹം എന്നായിരുന്നു അമ്മേ?
मैंने तो कभी उसके पति को देखा नहीं. ഞാൻ ഇതുവരെയും എന്താണ് ആ മുർക്കിയുടെ അമ്മയെ പതി മീൻസ് ഹസ്ബൻഡിനെ കണ്ടിട്ടില്ലല്ലോ. ലേറ്റാ ഹുവ കുമാർ ചൗങ്ക് കർ ബൈഠ് ഗയ. അപ്പോൾ കിടക്കുകയായിരുന്നു ഇതൊക്കെ ചോദിക്കുമ്പോൾ കുമാർ. അപ്പോൾ മകൻ്റെ പേരെന്താണ്? കുമാർ. അപ്പോൾ കുമാർ എന്താണ് എണീറ്റിങ്ങനെ ഇരുന്നിട്ട് കഹാനിയെ പറഞ്ഞു. മെയിൻതോ ജബ്സെ പൈദാ ഹുവാ ഹോ. ഞാൻ ജനിച്ചപ്പോൾ മുതൽ മർക്കി കോ യഹിം ദേക്കാ ഹെ. മുർക്കി കോ യഹാം ദേക്കാ ഹെ. മുർക്കി ഇവിടെ കാണുന്നുണ്ട്. അപ്പനെ ഘർ നമ്മുടെ വീട്ടിൽ ഇസി പിച്ചലി കോട്ടർ ഈ പുറകുവശത്തെ ഈ മുറിയിൽ ഞാൻ ആരെ കാണുന്നുണ്ട്? മുർക്കിയെ നമ്മളോടൊപ്പം കാണുന്നുണ്ട്. അപ്പം ഈ മുർക്കിയുടെ കല്യാണം കഴിഞ്ഞതാണോ അമ്മേ? അല്ലെങ്കിൽ എന്താണ് അവളുടെ ഭർത്താവിനെ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ എന്ന് പറയാണ്. അപ്പം അമ്മ പറയാണ് ഉസ് അഭാഗി കാ ഭി ബ്യാഹ് ഹുവാത്ത. ആ ഭാഗ്യഹീനയുടെയും ബ്യാഹ് ഹുവാത്ത കല്യാണം നടന്നിരുന്നു. തു ചോട്ടാ സാത്ത 4 വർഷക്ക. അന്ന് നിനക്ക് എത്ര വയസ്സായിരുന്നു? 4 വയസ്സായിരുന്നു. അവ സസുരാൽ ഗീത്തി. അപ്പം ചോദിക്കുകയാണ് അവർ ബഹ് സസുരാൽ ഗീത്തി. എന്നിട്ട് എന്താണ് കല്യാണം കഴിച്ച വീട്ടിലേക്ക് പോയില്ലേ? സസുരാൽ മീൻസ് കല്യാണം കഴിച്ചു കൊണ്ട് പോകുന്ന വീട്. അവിടേക്ക് പോയില്ലേ? സസുരാൽ കഹാന്ത എവിടെ? ന കോയി ജന്മനെ വാല അവർ ന കോയി സഹേജനെ വാല. എന്നെന്ത് പറയണ? ജന്മം കൊടുത്തവനുമില്ല, അവർ ന കോയി സഹേജനെ വാല സംരക്ഷിക്കേണ്ടവൻ മീൻസ് ഭർത്താവുമില്ല എന്ന് അമ്മ പറയാണ്. മാ മുझे സാരി ബാത് സുന. അമ്മ എനിക്ക് മുഴുവനും പറഞ്ഞു തരൂ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മുഴുവനും കഥ പറഞ്ഞു തരാമോ? അപ്പം അമ്മ പറയാണ് ഇസ്കാ ബാപ്പ് ഹമാരെ ഘർ കാ ബഹുത് പുരാന നൗക്കർ താ. അപ്പം എന്താണ് മുർക്കിയുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ വളരെ പഴയ ഒരു നൗക്കർ എന്താണ് വേലക്കാരനായിരുന്നു. തൂ ജബ് പൈദാ ഹുവ. നീ ജനിച്ചപ്പോൾ ഉസ്നെ മേരെ ആകെ ബിൻതി കീക്കി. അപ്പം അയാൾ മുർക്കിയുടെ അച്ഛൻ എന്ത് ചെയ്തു? എന്നോട് അപേക്ഷിച്ചു. എന്തപേക്ഷിച്ചു? ഗാവ് മേ ഉസ്കി സ്ത്രീ മർ ഗയി ഹെ. ഗ്രാമത്തിൽ അയാളുടെ എന്താണ് സ്ത്രീ മീൻസ് ഭാര്യ. ഇയാളുടെ ഭാര്യ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചു പോയിരിക്കുന്നു. അവർ ഉസ്കി ലടുക്കി വഹീൻ ചാച്ച കെ പാസ് അകേലി രേത്തിയെ. അപ്പം ഇയാളുടെ മകള് അവിടെ ഇളയച്ചനോടൊപ്പം അച്ഛൻ്റെ അനിയനോടൊപ്പം എന്താണ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അഗർ മേ മാൻ ജാവുന്തോ. അപ്പം ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ വഹ അപ്പനി ലടുക്കി കോ യഹാം ലേ ആയെ. അയാൾക്ക് എന്താണ് അയാളെ മകളെ ഇവിടെ കൊണ്ടാക്കാം എന്ന് അയാൾ പറഞ്ഞു. വഹ് തുച്ചേ കിലായാ കരേഗി അവർ റോട്ടി ഖാലിയാ കരേഗി. എന്തായാലും എന്താണ് കൊണ്ടുവരികയാണെങ്കിൽ എന്താണ് മാഡത്തിനൊരു സഹായമായിരിക്കും. അവരെന്താണ് മോനെ എന്ത് ചെയ്യും? ഖിലായ ആഹാരം കഴിപ്പിക്കുകയും പിന്നെ റോട്ടി ഖാലിയ മീൻസ് ഫുഡ് കൊടുക്കുകയൊക്കെ ചെയ്യുമെന്ന് ആര് പറഞ്ഞു? അയാൾ പറഞ്ഞു. ഫിർ അപ്പം മകൻ ചോദിക്കുകയാണ് എന്നിട്ട് മെയിനെ ശുക്രിക്കിയ. ഞാൻ എന്ത് ചെയ്തു? സമ്മതിച്ചു. കി മുझे ഹാത്ത് കാ സഹാര മിൽ ജായേഗ. എനിക്ക് കൈസഹായത്തിന് ഒരാളായല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്തു? സമ്മതിച്ചു. വഹ് ലടുക്കി കോ ഗാവ് സെ ലേ ആയ. അയാൾ എന്ത് ചെയ്തു? പോയി അദ്ദേഹത്തിൻ്റെ മകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഗ്രാമത്തിൽ നിന്ന് പോയി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. മുഷ്കിൽ സെ 12 വർഷക്ക് ഹോഗി തബ്. അപ്പം ആ കൊണ്ടുവരുന്ന സമയത്ത് മുർക്കിക്ക് എത്ര വയസ്സേ ഉള്ളൂ? 12. ഒരു 12 വയസ്സ് അത്രയൊക്കെ ഏകദേശം കഷ്ടിച്ച് വരുള്ളൂ. ബെഡി മാസൂം സി മാതൃഹി. വളരെ എന്താണ് സാധുവായ മാതൃഹീൻ അമ്മ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി. 12 വയസ്സുള്ള ഒരു പെൺകുട്ടി. മുझे ബെഡി ഫലി ഹോഗി. എനിക്ക് അവളോട് ഒരു ഇഷ്ടവും തോന്നി. ജബ് ആയി വന്നപ്പോൾ ഇസ്നെ കാലി സൽവാർ പഹൻ രഖീത്തി. എന്താണ് ഇട്ടിരുന്നത്? ഒരു കറുത്ത ചുരിദാർ സൽവാറാണ് ഇട്ടിരുന്നത്. ശരീർ പർ ഹരേ രംഗ് കാ കുർത്ത. ഒരു കുർത്തയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. കുർത്തയുടെ നിറം എന്തായിരുന്നു? ഹര, പച്ച നിറത്തിലുള്ള ഒരു എന്താണ് കുർത്തയും. ബദൻ സേ ദുർബൽ സി. ബദൻ മീൻസ് ശരീരം കൊണ്ട് എന്താണ്? മെലിഞ്ഞതാണ്. പക്ഷേ രംഗ് ബഹുത് സഫേദ്. നല്ല വെളുത്ത എന്താണ് മീൻസ് മെലിഞ്ഞ ഒരു കുട്ടി. നയനി നക്ഷിപ്പി സുന്ദർ. കണ്ണുകളൊക്കെ എന്താണ്? ഭയങ്കര മനോഹരമായിട്ടുള്ള കണ്ണുകൾ. അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി. കാനോമേ. ഇനി ചെവിയിൽ എന്തിട്ടുണ്ടായിരുന്നു? ചാന്ദിക്ക് മുർക്കിയാം. ചാന്തി മീൻസ് വെള്ളി കൊണ്ടുള്ള മുർക്കിയാം കമ്മലുകളാണ് ഇട്ടിരുന്നത്. അവർ നാക്ക് മീൻസ് മൂക്കിൽ സോനേക്കാ ചോട്ടാസ ബുലാക്ക്. സ്വർണം കൊണ്ടുള്ള ഒരു ചെറിയ മുക്കുത്തി. കണ്ട നമ്മളെ മുർക്കിയ മീൻസ് കമ്മലുകൾ. ബുലാക്ക് എന്താ? ബുലാക്കി മീൻസ് മുക്കുത്തി. ഫിർ കുമാറിനെ ഉത്സുകതാസെ പൂച്ച. എന്നിട്ട് എന്ത് സംഭവിച്ചു? കുമാർ എന്താണ് ഉത്സാഹത്തോടു കൂടി ചോദിച്ചു.
തുച്ചേ തോ വഹ അപ്നെ ഹാത്തോം സെ നഹീ ഖിലാത്തി തി, അവൾ നിന്നെ അവളുടെ കൈകൾ കൊണ്ടല്ല ഊട്ടിയത്, മറിച്ച് എങ്ങനെയാ, അപ്നി ജാൻ സെ ഖിലാത്തി തി, അവളുടെ ജീവിതം അല്ലെങ്കിൽ ജീവൻ കൊണ്ടാണ് നിന്നെ കഴിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് സ്നേഹമായിരുന്നു അവൾക്ക് ആരോട്, കുമാറിനോട്. തൂ ഉസ്ക പീച്ച നഹീ ചോർത്ത, നീ അവളുടെ പിറകെ നിന്ന് മാറില്ല, കാരണം ഏത് സമയവും അവളെ പിറകെ തന്നെ നടക്കുമായിരുന്നു. കബി തൂ ഉസ്കി മുർക്കിയോങ്കോ മുട്ടി ഭർ ലേത്താത്ത, ഇടയ്ക്കൊക്കെ നീ അവളുടെ എന്താണ് മുർക്കിയോ മീൻസ് എന്താണ്, കമ്മലുകളെ എന്താണ് മുട്ടി ഇങ്ങനെ പിടിച്ചിങ്ങനെ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, കബി ഉജ്ജൽക്കർ ഉസ്കെ ബുലാക്കു, എന്നിട്ട് ചാടി എന്ത് ചെയ്യും, അവളുടെ മുക്കൂത്തിയൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, പിടിക്കുകയും തൊടയും വലിക്കുകയൊക്കെ ചെയ്യും. മേ പ്യാസെ കപി ഉസ്കോ മുർക്കി ബുലാത്തി തി കപി ബുലാക്കി, ഞാൻ സ്നേഹത്തോടെ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്ത് വിളിക്കാൻ തുടങ്ങി, മുർക്കി അല്ലെങ്കിൽ എന്താണ് ബുലാക്കി, കമ്മലിട്ടവൾ, അല്ലെങ്കിൽ മുർക്കി എന്താണ് മുർക്കി, ബുലാക്കി മുക്കുത്തിയിട്ടവൾ എന്നൊക്കെ ഞാൻ അവളെ എന്ത് ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. മാ യഹ് മുർക്കി അവർ ബുലാക്കി നാം സെ തൂനെ രഖേത്തെ, ഈ മുർക്കി അല്ലെങ്കിൽ ബുലാക്കി എന്നുള്ള പേരൊക്കെ അമ്മയാണോ ഇട്ടത്? ഹാ മൈനെ ഹി ഇസ്കെ നാം രഖേത്തെ, ഞാനാണ് ഇവൾക്ക് എന്ത് ചെയ്തത്, പേരിട്ടത്. പർന ജാനെ കോൺസെ വക്ത് രഖേത്തെ, പക്ഷേ എപ്പോഴാണെന്നൊന്നും അറിയില്ല, എപ്പോഴേക്കോ ഇങ്ങനെ തമാശയ്ക്കൊക്കെ പോലെ ഇങ്ങനെ വിളിച്ച് അവസാനം എന്താണ് ആ പേര് തന്നെ സ്ഥിരമായി. ക്യോം, എന്താ? വ ജബ് ബഡി ഹുയി, അവളെപ്പോൾ വലുതായപ്പോൾ, എപ്പോഴാ 16 വർഷമെങ്കിൽ, 16 എത്ര, 17 വയസ്സായപ്പോൾ, 17 വർഷമെങ്കിൽ 16 17 17 വയസ്സായപ്പോൾ, ഉസ്ക ഖൂബ് രൂപ് ചടുക്കി, അവളുടെ എന്താണ് സൗന്ദര്യം വർദ്ധിക്കാൻ, മീൻസ് എന്താണ് അവൾ നല്ല രൂപവതിയായ ഒരു പെൺകുട്ടിയായി മാറി. मैं दांतों तले जीप देखकर कहती थी री മുറുക്കി കിസ്കെ കാനോ മേ പടി, അപ്പോൾ ഇത് അവളുടെ സൗന്ദര്യമൊക്കെ കണ്ടിട്ട് ഞാൻ ചോദിക്കും, ആരുടെ ചെവിയിലെ എന്താണ് കമ്മലാകാനാണ് നീ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. അവർ കിസ്കി നാക്കുമേ ബുലാക്കി തരച്ച, ആരുടെ എന്താണ് നാക്ക് മൂക്കുത്തിയായിട്ടാണ് നീ തിളങ്ങാൻ പോകുന്നത്, മൂക്കിലെന്ന് വെച്ചാൽ ഒരാളുടെ സ്വന്തമാകാൻ പോകുന്നത് ആരുടേതാണെന്നൊക്കെ ഞാനിങ്ങനെ അവളെ കളിയാക്കിക്കൊണ്ട് ചോദിക്കും. കുമാർ മുസ്കുരായ, അപ്പോൾ കുമാർ ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു, പുഞ്ചിരിച്ചു. ബെഡേ സുന്ദർ പഹാടി ഗീത് ഗാത്തി തി, അവൾ നന്നായിട്ട് നല്ല നാടൻ പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ഉടുത്തെ പഞ്ചീബി കടി, അപ്പോൾ അവളുടെ പാട്ട് കേട്ട് പറക്കുന്ന പക്ഷി പോലും നിശ്ചലമായിട്ട്, കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവൾ പാടുന്നതെന്ന്. ഫിർ, എന്നിട്ട് എന്തുണ്ടായി? इसके बाप ने अपने गाँव में कहीं इसका रिश्ता कर दिया, അപ്പോൾ 17-18 വയസ്സ് പ്രായമായപ്പോൾ ഇവളുടെ അച്ഛൻ എന്ത് ചെയ്തു, അയാളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള ആരോ ആയിട്ട് അയാളുടെ എന്താണ് കല്യാണം, വിവാഹം ഉറപ്പിച്ചു. ഇൻ ലോകോമേ ലടുക്കിയോങ്കി റുപ്പയെ ലേത്തെ ഹെ, എന്നിട്ട് പെൺകുട്ടികളെ കൊടുത്തിട്ട് എന്താണ് പൈസ വാങ്ങുന്ന ഒരു ചടങ്ങുണ്ട് അവിടെ, അതായത് എന്താണ് പെൺകുട്ടികളെ കൊടുത്ത് വിവാഹം, നമ്മളൊക്കെ ഇപ്പോഴത്തെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ടാണ് കൊടുക്കുന്നത്, പക്ഷേ അന്നത്തെ കാലത്ത് എന്താണ് പെൺകുട്ടികളെ കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും, അച്ഛനും അമ്മയ്ക്കും പൈസ ഇങ്ങോട്ട് കിട്ടുമായിരുന്നു. ലടുക്ക അച്ചാത്ത, അപ്പോൾ കുമാർ ചോദിക്കുകയാണ്, പയ്യൻ നല്ലതായിരുന്നോ? അച്ചാ കിസ്ലിയെ ഹോനാത്ത, എങ്ങനെ നല്ലതാകാനാണ്? ദൂജാത്ത, ദൂജ എന്താ, രണ്ടാം കെട്ടുകാരനാണ്. ദൂജ ക്യാ ഹോത്താ ഹേമ, അപ്പം മകന് സംശയം ഈ ദൂജ എന്നുള്ളത് എന്താണെന്ന്. ജിസ്കി പഹലി പത്നി മർ ഗയി ഹോ, അയാളുടെ ഒരാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചു പോയിട്ട് അയാൾ രണ്ടാമത് കെട്ടില്ല, അപ്പോൾ അയാളെയാണ് ദൂജ എന്ന് പറയുന്നത്. ഫിർ തോ ഉസ്കി ബഹു തുമ്ര ഹോഗി, അതുമാത്രമല്ല അയാൾക്ക് നല്ല പ്രായവും കാണും. ബഹുത്ത് ഭീതി അവർ ഉസ്മേ അവർ ഭീ, എന്ന് വെച്ചാൽ അയാൾക്ക് ഒരുപാട് പ്രായവും ഉണ്ടായിരുന്നു, പിന്നെ ഒരുപാട് എന്താണ് ദുശീലങ്ങൾ, മദ്യപാനവും അങ്ങനെയുള്ള ഒരുപാട് ദുശീലങ്ങളുള്ള വ്യക്തിയായിട്ടാണ് ആളുടെ മുറുക്കിയുടെ കല്യാണം അവളുടെ അച്ഛൻ ഉറപ്പിച്ചത്. നജാനെ ആങ്കോമേ കോയി നുക്സ്, അത് മാത്രമല്ല കണ്ണിനും എന്തോ പ്രശ്നമുള്ള ആളായിരുന്നു. മുച്ചെ പൂരി തര പതാനെ, എനിക്ക് പൂർണ്ണമായിട്ടൊന്നും അറിയില്ല, ഇത് എന്താണ് കേട്ടുള്ളത് മാത്രമാണ്. ഭർത്ത പൈസയെ പല, പക്ഷേ ഇത്രയും കുറവുകളുണ്ടെങ്കിലും അയാളുടെ കയ്യിൽ എന്തുണ്ട്, നല്ല പൈസയുണ്ട്. തബീത്തോ ഉസ്നെ സ്യാദ പൈസ തീയറ്റി, അത് മാത്രമല്ല അയാൾ എന്താണ് ഈ മകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് തുക ആർക്ക് വേണ്ടി കൊടുത്തു, അച്ഛന് കൊടുത്തു. ഫിർ, അപ്പോൾ കുമാർ ചോദിക്കുകയാണ്, എന്നിട്ട് ബാപ്പിനെ ജബ് ബാത്ത് പക്കിക്ക്, എപ്പോഴാണോ അച്ഛൻ അവളുടെ വിവാഹം നല്ല രീതിയിൽ ഉറപ്പിച്ചത്, രാത്ത് ഹി രാത്ത്, ഇവൾ എന്ത് ചെയ്തു, ആ രാത്രിയിൽ തന്നെ ഏക്ക് ഷഹരി ലടുക്കേക്ക് സാൽ ഭാഗുകയും, പട്ടണത്തിലുള്ള ഇവിടെ തന്നെ ഉള്ള ഒരു പയ്യനുമായിട്ട് അവൾ എന്ത് ചെയ്തു, ആ കല്യാണം ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ ഒളിച്ചോടി. ബഹുക്കോൺതാ, അതാരായിരുന്നു എന്ന് ആര് ചോദിക്കുകയാണ്, കുമാർ ചോദിക്കുകയാണ്.
मैंने तो देखा नहीं, ഞാൻ കണ്ടിട്ടില്ല. പർ ഖുദ് ഹി ബത്താത്തി തി, അവൾ പറയുമായിരുന്നു എന്താണ്, ബഹു ബെഡാ ചബീലാലെടുക്കാത്ത, നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പയ്യനായിരുന്നു എന്ന് അവൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഹമാരി ഇസി ഷഹർ കാ ഹി ഹോഗ, അപ്പം കുമാർ ചോദിക്കണം നമ്മുടെ പട്ടണത്തിലുള്ള ആളായിരിക്കുമല്ലേ. ഇസി ഷഹർ കാ, അപ്പം അമ്മ അതെ, ഇസി ബസ്തിക്ക്, നമ്മുടെ തന്നെ കോളനിയിലുള്ള ഒരു പയ്യനായിരുന്നു. ബെഡേ ബാസാർ മേ ജോ ഹോട്ടൽ, വലിയ ചന്തയിലൊരു വലിയ ഹോട്ടലില്ലേ, വഹീം കാങ്കർ, അവിടെ ജോലി ചെയ്യുന്നൊരു പയ്യനായിരുന്നു. എന്തായിരുന്നു ജോലി? കേക്ക് ബനാത്താത്ത, കേക്ക് ഉണ്ടാക്കുന്ന ജോലിയായിരുന്നു. ഫിർ എന്നിട്ട് 4 മഹീനെ ഉസ്കെ സാത്ത് കിസി ഷഹർ മേ രഹി, ഒരു 4-6 മാസം അത്രയൊക്കെ ഉള്ളൂ ഒരു എന്താണ് പട്ടണത്തിൽ അയാളോടൊപ്പം ജീവിച്ചു. ഉസ്നെ ഘർ ബനായ, അയാൾ വീട് വെച്ചു. ജോ കുച്ച് പാസ്, അയാളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, ലഗാദിയ ചിലവാക്കി. മോട്ടെ മോട്ടെ ചാന്തി കേക്ക് അടിത്ത്, അപ്പോൾ അവളുടെ പക്കൽ എന്തൊക്കെ ഉണ്ടായിരുന്നു, വലിയ വലിയ വെള്ളി, ചാന്തി വെള്ളി കൊണ്ടുള്ള വളകളുണ്ടായിരുന്നു. ഗലേമേ ചാന്തി കി ജഞ്ചീർ തി, ഗലെ കഴുത്തിൽ ചാന്തി വെള്ളി കൊണ്ടുള്ള എന്താണ് ജഞ്ചീർ മാലകളുണ്ടായിരുന്നു. തേരി വർഷഗാണ്ട്, പറഞ്ഞ നിൻ്റെ എന്താണ് വർഷഗാണ്ട് പിറന്നാളിന്, മേനെ ഇസ്കോ സോനേക്ക് അങ്കൂട്ടി ദീതി, ഞാൻ ഇവൾക്ക് സ്വർണം കൊണ്ടുള്ള മോതിരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏക്ക് ബാർ ബാലിയാം ദീതി, ഒരിക്കൽ കാതിലണിയുന്ന വളയങ്ങൾ, പിന്നെ റിങ്സ് ഇല്ലേ മക്കളെ, നമ്മളിങ്ങനെ വളഞ്ഞു വരുന്ന അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉസ്നെ സബ് കുച്ച് ബേച്ചുകർ കർക്കി വസ്തുയെ ഖരീദി, അപ്പോൾ അവളുടെ പക്കലുണ്ടായിരുന്ന എല്ലാം, സ്വർണവും കമ്മലും ഈ വെള്ളി ആഭരണങ്ങളും എല്ലാം വിറ്റാണ് എന്താണ് വീട്ടു സാധനങ്ങളും എല്ലാം വാങ്ങിച്ചത്. അവർ എന്നിട്ട് ഫിർ കോയി ഔർ സ്ത്രീ ഉസ്കി നസർമേ ബഡ്ഗി, അവളുടെ ഭർത്താവിൻ്റെ കണ്ണുകളിൽ വേറൊരു സ്ത്രീ ഉടക്കി. വഹുസ്കോ കിസി ഗാ, അപ്പോൾ വേറൊരു പെണ്ണുമായിട്ട് എന്താണ് ഇഷ്ടത്തിലായി. അപ്പോൾ എന്ത് ചെയ്തു, ഇയാൾ എന്ത് ചെയ്തു, കിസി ഗാവും, ഏതോ ഒരു ഗ്രാമത്തിൽ ദശരേക്ക മേള ദിക്കാനേക്കലി, ദശര കണ്ട് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട്, രാത്തുക്കോ സരായ് മീസ്, ഇപ്പോൾ രാത്രിയിൽ ഇങ്ങനെ കാണാൻ കൊണ്ടുപോയിട്ട് രാത്രിയിൽ അവൾ എന്ത് ചെയ്യായിരുന്നു, ഇങ്ങനെ എന്താണ് സരായ് സത്രത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. അപ്പോൾ അവളുടെ ആഞ്ചൽ മീൻസ് അവളുടെ ഷോൾ ഉണ്ടല്ലോ, ഷോളിൻ്റെ തുമ്പിൽ എന്തുണ്ടായിരുന്നു, ഖർക്കി ചാബി കോൽക്കർ ലേഗയ, വീടിൻ്റെ ചാവി എടുത്ത് കടന്നു കളഞ്ഞു. ഇസ്കോ വഹീം സരായ് മേംബി ചൊടിന്നിട്ട് ഇവളെ അവിടെ എന്താണ് ആ ഒരു സത്രത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ട് അയാൾ കടന്നു കളഞ്ഞു. കുമാറിനെ അപ്പൻ്റെ അന്നിച്ചില കൊണ്ട്, അപ്പോൾ ഇത് കേട്ടപ്പോൾ കുമാർ എന്ത് ചെയ്തു, തന്നിച്ചില താഴത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യത്തിൽ നമ്മൾ കടിക്കൂലേ, എന്നെ കടിച്ചിട്ട് എന്ത് ചെയ്തു, ഫിർ ക്രുദ്ധ ഹോക്കർ കഹനയിലേക്ക, ദേഷ്യം വന്നിട്ട് പറഞ്ഞ് ഇസ്നെ ടൂണ്ടാ നഹി ഉസ്കോ, എന്താണ് മുറുക്കി പോയി അന്വേഷിച്ചില്ലേ അയാളെ, പിന്നെ കഹത്തീത്തി, അപ്പം അമ്മ എന്തു പറഞ്ഞു, ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്, മൻ കെ സൗദേമേം ജബ് ഉസ്കാ മൻ നഹി മുക്കർ ഗയാത്തോ ഫിർ തൻകോ ക്യാ ടൂണ്ടാത്ത, മനസ്സുകൊണ്ട് ഒരാൾ നമ്മളെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ശരീരം നമ്മൾ എന്തിനാ അന്വേഷിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മനസ്സുകൊണ്ട് അയാൾ ഉപേക്ഷിച്ച് കഴിഞ്ഞു, പിന്നെ പിറകെ പോവേണ്ട ആവശ്യമില്ല, നമ്മളെ വേണ്ടാത്തത് കൊണ്ടാണല്ലോ നമ്മളെ ഉപേക്ഷിച്ചത്, അപ്പോൾ ഇനിയും അയാളുടെ പിറകെ പോവേണ്ട ആവശ്യമില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു ആർക്ക്, മുർക്കിക്ക്. കമാൽ കി ഔരത്തി, അപ്പോൾ കുമാർ എന്ത് പറഞ്ഞു, നല്ല അത്ഭുതം എന്ന് വെച്ചാൽ ഓരോ പെണ്ണുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും, വീണ്ടും അവൻ്റെ പിറകെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷേ മുറുക്കി എന്ത് ചെയ്തില്ല, തന്നെ വേണ്ട എന്ന് അയാൾ വെച്ചത് കൊണ്ടാണല്ലോ ഉപേക്ഷിച്ച് പോയത്. അതുകൊണ്ട് എന്ത് ചെയ്തു, അതുകൊണ്ട് പറഞ്ഞു എന്താണ്, ഓക്കെ, നല്ല അത്ഭുതമായിട്ടുള്ള സ്ത്രീ. ഏക്ക് ബാത്ത് ഇസ്നെ അച്ചീക്കി, അപ്പം ഒരു കാര്യം അവൾ നല്ലതാണ് ചെയ്യുന്ന അമ്മ പറയാണ്, കിസി ദയാലു വ്യക്തി, ഏതോ ഒരു നല്ലൊരു വ്യക്തിയോട് എന്ത് ചെയ്തു, രാഹുക്ക ഭാട അല്ലെങ്കിൽ യാത്രാക്കൂലി വാങ്ങിച്ച്, മീൻസ് കടം വാങ്ങിച്ച് ലൗട്ടായി തിരിച്ചു വന്നു. നെഹീന്തോ നജാനെ കഹാം പട, അല്ലെങ്കിൽ സാധാരണ ഒരു പെണ്ണാണെങ്കിൽ എന്ത് പോയി ആത്മഹത്യ ചെയ്യുകയോ എവിടെയെങ്കിലും കറങ്ങി നടക്കുകയൊക്കെ ചെയ്യില്ലേ, അവൾ അതൊന്നും ചെയ്തില്ല. വഴിയിൽ കണ്ട ഏതോ ഒരു നല്ല മനുഷ്യനോട് വണ്ടിക്കൂലി എന്താണ് വാങ്ങി അവൾ എന്താണ് നേരെ ഇങ്ങോട്ടേക്ക് വന്നു. യഹാം ഹമാരേക്കർ ആകെ, നമ്മളെ വീട്ടിലേക്കാണോ വന്നത്, യഹി ഹമാരേക്കർ, അതെ നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. ഹമാരേക്കർ കിസ്ലിയെ അപ്പനേക്കർ, നമ്മുടെ വീടെന്ന് പറയണ്ട, എന്താണ് അവരുടെ വീടാണല്ലോ, അപ്പനി ഈ സീ കോട്ടറിയും, നമ്മുടെ ഈ മുറിയിലേക്കാണ് അവൾ വന്നത്. മേനെ ജിസ് ദിൻ ഇസ്കോ യഹ് കോട്ടരി ദീതി, ഞാൻ ഏത് ദിവസമാണോ അവൾക്ക് ഈ റൂം കൊടുത്തത്, ഇസ്കെ സാത്ത് വായതാക്കിയാത്ത, അവളോട് ഞാൻ എന്താണ് ഒരു പ്രോമിസ്, വായത മീൻസ് ഒരു പ്രോമിസ് നൽകിയിട്ടുണ്ടായിരുന്നു, എന്താണ്, മെയിം അപ്നെ ജീത്തെ ജി ഇസ്കോ കഭി കാംസെ ജവാബ് നഹീ ദൂംഗി, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവളെ ഒരിക്കലും ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വേണം, നിന്നെ നോക്കുക എന്നുള്ള ഈ ജോലിയിൽ നിന്ന് ഞാൻ പിരിച്ചു വിടില്ല എന്നൊരു വാക്ക് ഞാൻ അവൾക്ക് കൊടുത്തിരുന്നു.
അവർണ മേര കുമാർ ജവാജി എൻ്റെ കുമാർ എന്താണ് ജവാൻ ഹോക വലുതായാലും ഇസ്കോ കബി ഇസ് കോട്ടരീസെ നികാലേക അവളെ ഈ എന്താണ് റൂമിൽ നിന്നും ഇറക്കി വിടില്ല എന്നുള്ളൊരു വാക്ക് ഞാൻ കൊടുത്തിരുന്നു. കുമാർ കാ മൻ ഭറായ കുമാറിൻ്റെ മനസ്സിങ്ങനെ നിറഞ്ഞു സങ്കടം കൊണ്ട്. പർ വഹ് മർദ്ദ പക്ഷെ അവൻ ഒരു പുരുഷനായിരുന്നു. കാരണം എന്താ പറയുന്നത്, പുരുഷന്മാർ കരയില്ല എന്നൊരു ഇതില്ലേ. അപ്പോൾ അവൻ്റെ മനസ്സൊക്കെ ഇങ്ങനെ കരയാൻ വേണ്ടിയിട്ട് വിതുമ്പി വന്നെങ്കിലും അവൻ എന്താണ് പുരുഷനായത് കാരണം അവൻ എന്ത് ചെയ്തില്ല. ഉസ്കി ആങ്കോങ്ക പാനി ആങ്കോ മേംഹി രഹ അവൻ്റെ കണ്ണിലെ കണ്ണുനീര് എവിടെ തന്നെ ഇരുന്നു, കണ്ണിൽ തന്നെ ഇരുന്നു. രാജവന്തി കി ആംഗേം ചലക്പടി അപ്പം അമ്മയുടെ പേര് ഇപ്പോൾ പറയുകയാണെന്ത് രാജവന്തി എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ കണ്ണുകൾ എന്താണ് ചലക്പടി മീൻസ് ഇങ്ങനെ നിറഞ്ഞൊഴുകി. मैंने तुझे कहा था ना औरत की जात न जाने कैसी होती है. അപ്പം എന്താണ് അപ്പം പറയണേ मैंने तुझे कहा था ना ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഔരത്ത് കി ജാത്ത് ന ജാനെ കൈസി ഹോത്തി ഹെ സ്ത്രീകളുടെ ജീവിതം എങ്ങനെയായിരിക്കും നമുക്കൊരു ഉറപ്പുമില്ല. യഹ് ജബ് ആയി എന്നുവെച്ചാൽ മുറുക്കി എപ്പോഴാണോ വന്നത്. ഇസ്കാ മുഹ് കോയി ഹുയി ബെച്ചടി ജയ്സാത്ത എന്നുവെച്ചാൽ രൂപം നഷ്ടപ്പെട്ട ബെച്ചടി ഒരു പശുക്കുട്ടിയെ പോലെയായിരുന്നു അവളുടെ രൂപം. ജബ് സ്ത്രീ കെ പാസ് രഹ്നേക്കോ കർണഹോ അപ്പോൾ എന്താണ് സ്ത്രീകളുടെ പക്കൽ ജീവിക്കാൻ ഒരു വീടോ അല്ലെങ്കിൽ മാർഗമോ ഒന്നും ഇല്ലെങ്കിൽ അവസ്ഥ മോനെ ആലോചിച്ച് നോക്കിയേ. മാ തൂ ബെടി അച്ചി അപ്പോൾ കുമാർ ഇത് കേട്ട് പറയണം അമ്മേ നിങ്ങൾ വളരെ നല്ലവളാണ്. അഗർ തേരി ജഗ കോയി അവർ ഔരത്ത് ഹോത്തി അമ്മയുടെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും സ്ത്രീകളായിരുന്നെങ്കിലോ അമ്മയായതുകൊണ്ടല്ലേ മുറുക്കിക്ക് ഈ ഒരു വീടും ഈ ഒരു വീടിൻ്റെ റൂമും ഒക്കെ കൊടുത്ത് അമ്മ സംരക്ഷിച്ചത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവളുടെ അവസ്ഥ എന്തായനെ മുറുക്കിയുടെ. मैंने कोई इस पर ऐसा नहीं दिया था കുമാർ മോനെ കുമാറെ ഞാൻ എന്താണ് അവളോട് ഒരു ദൈവം അങ്ങനെ കാണിച്ചിട്ടില്ല. ഉസ്കെ കാം കാ മോൾ എന്തുമാത്രമാണ് അവൾ ചെയ്ത ജോലിക്കുള്ള കൂലി മാത്രമാണ് ഞാൻ കൊടുത്തത്. ഉസ്കെ രൂപക്കോ ദേക്കർ മൈ കഴിച്ചു അവളുടെ രൂപത്തെ മീൻസ് അവളുടെ അത്രയും സൗന്ദര്യം കണ്ടിട്ട് ഞാൻ പറയുമായിരുന്നു മുർക്കി അല്ലയോ മുർക്കി കിസ്കെ കാൻമേ പഠിക ആരുടെ കാതുകളിലാണ് നീ തിളങ്ങാൻ പോകുന്നത്. ജബ് മുർക്കി വാപ്പസായി എപ്പോഴാണ് മുർക്കി ഇങ്ങനെ എന്താണ് ദുരന്തം സംഭവിച്ചിട്ട് തിരിച്ചു വന്നത്. മുച്ചസെ കഹനയിലേക്ക് എന്നോട് പറയാൻ തുടങ്ങി. മാ മുച്ചേ കിസിനെ കാനോമേ പഹനാത്ത എന്നെ ആരോ കാതിലെടുത്ത് അണിഞ്ഞു. പർ ഫിർ ഉസ്കെ കാൻ ഫട്ട് ഗേ പക്ഷെ അവൻ്റെ ചെവിയിൽ നിന്നും എന്താണ് ആ ഒരു കമ്മൽ പൊട്ടിപ്പോയി. ക്യാ ജാനെ മേരാ ബോച്ച് ഹി സ്യാദ് ചിലപ്പോൾ എൻ്റെ ഭാരം എന്തായിരുന്നിരിക്കാം കൂടുതലായിരുന്നിരിക്കാം എന്നുവെച്ചാൽ അവളെ ഭർത്താവ് അവളെ എന്താണ് സംരക്ഷിക്കാൻ തയ്യാറായില്ല. അവളെ ഒരു ഭാരം പോലെ തോന്നിക്കാണും അതുകൊണ്ടായിരിക്കാം അവളെ ഉപേക്ഷിച്ചത് എന്ന് ആര് പറയാൻ തുടങ്ങി മുറുക്കി. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ കുമാർക്ക് ആംഗേം ഭറായി കുമാറിൻ്റെ കണ്ണുകൾ എന്ത് ചെയ്തു നിറഞ്ഞു. ഷായദ് മർദ് ജാത്തിക്ക് കോയി ലാജ് രഖ്നേക്കേലേ എന്താ മർദ് മീൻസ് പുരുഷ ജാതിയെ എന്താണ് ലാജ് നാണം കെടുത്താൻ വേണ്ടിയിട്ട്. കാരണം അവന് കരയാതിരിക്കാൻ കഴിഞ്ഞില്ല. കാരണം തന്നെ ഇത്രത്തോളം സ്നേഹിച്ച മുറുക്കിക്ക് ഈ ഒരു അവസ്ഥ ജീവിതത്തിൽ ഉണ്ടായി എന്ന് കേട്ടപ്പോൾ. മാ इसीलिए तुमने मेरी इस वर्षगांठ पर मुझसे प्रण लिया था कि मैं मुर्गी को उसके जीते जी कभी इस कोठरी में से नहीं निकालूंगा. എന്നിട്ട് കുമാർ ചോദിക്കുകയാണ് മാ ഇസീലിയ അതുകൊണ്ടാണോ തുമ്നെ മേരി ഈസ് വർഷം എൻ്റെ ഈ പിറന്നാൾ ഈ വർഷത്തെ പിറന്നാളിൽ എന്താണ് മുച്ചസെ പ്രണിലിയാത്താക്കി എന്നെ കൊണ്ട് എന്ത് ചെയ്ത് വാങ്ങിച്ചു പ്രതിജ്ഞ അല്ലെങ്കിൽ എന്താണ് മീൻസ് പ്രോമിസ് ചെയ്ത് വാങ്ങിച്ചു. എന്താ മേ മുർക്കിക്കോ ഞാൻ മുർക്കിയെ ഉസ്കെ ജീത്തേ ജി അവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇസ് കോട്ടരി മേംസെ നെഹി നികാലുക ഈ റൂമിൽ നിന്ന് ഇറക്കി വിടില്ല എന്ന് അമ്മ എന്നെ കൊണ്ട് എന്താണ് പ്രോമിസ് ചെയ്യിച്ചത് ഇതുകൊണ്ടായിരുന്നു അമ്മേ. ഹാ കുമാർ അതേ കുമാർ ഇസ്ലിയെ മൈനെ തുജസെ പ്രണിലിയാത്ത അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്നെ കൊണ്ട് എന്താണ് പ്രോമിസ് ചെയ്ത് വാങ്ങിയത്. उसके मर्द ने जब उसके घर की चाबी उसके पल्ले से खोल ली थी. ഉസ്കെ മർദ്ദിനെ അവളുടെ പുരുഷൻ ജബ് എപ്പോഴാണോ ഉസ്കെ ഘർക്കി ചാബി അവളുടെ വീടിന് അവൾ കാരണം അവളുടെ സ്വർണ്ണാഭരണങ്ങളും അവളുടെ വെള്ളി ആഭരണങ്ങളും അവൾക്കുള്ള എല്ലാം നഷ്ടപ്പെടുത്തി അവൾ വാങ്ങിയ വീടാണ്. എന്നിട്ട് പോലും അതിൻ്റെ എന്താണ് താക്കോല് ഉസ്കെ പല്ലേസെ ഖോലി അവളുടെ
ഇടുപ്പിൽ നിന്നും, അതായത് നമ്മളെപ്പോഴും അവർ ഈ അവിടെയുള്ള സ്ത്രീകൾ എങ്ങനെയാണ് ഈ മറ്റേ ഷോളിൻ്റെ ഇങ്ങനെ തുമ്പിലാണ് ഇങ്ങനെ നമ്മൾ ചാബി ഇങ്ങനെ കെട്ടിയിടുന്നത്. അപ്പോൾ അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് മേനെ ഈസ് കോട്ടറിക്ക് ചാബി ഉസ്കോ പകടാത്തെ ഹുയെ കഹ, ഞാൻ എന്താണ് ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ താക്കോല് അവിടെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മേരെ ജീത്തിൽ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കബി കോയി തുച്ഛസെ യഹ് ചാബി നെഹീം ചീനേക, ആരും തന്നെ നിൻ്റെ കയ്യിൽ നിന്ന് ഈ താക്കോൽ എന്ത് ചെയ്യില്ല, ഒരിക്കലും പിടിച്ചു വാങ്ങില്ല. और कुमार आज जब मैंने उसकी मरी को नहलाയ, ഞാൻ ഇന്ന് അവളെ മരിച്ചു അപ്പോൾ കാരണം പറയുകയാണ് എന്താണ് അവളെ കുളിപ്പിക്കുന്ന, അവളുടെ ശവശരീരത്തെ കുളിപ്പിക്കുന്ന സമയത്ത് ഈസ് കോട്ടരി കി ചാബി ഉസ്കെ നേഫേ മേ കോൺസി ഹുയി തി, അപ്പോൾ അവളെ ഇടുപ്പിൽ വെച്ചുണ്ടല്ലേ നടന്നത്, അപ്പോൾ അത് ശരീരത്തോടും അവളെ ശരീരത്തിലെ മാംസത്തോട് എന്ത് ചെയ്തിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്നു. കാരണം ആരും അവളിത് ആ ചാബി വാങ്ങിച്ചില്ല. അവൾ അത്രത്തോളം ആ ഒരു കണം ജീവിതത്തിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, കാരണം അവൾക്ക് വേറെ എങ്ങും പോവാനില്ല, അതുകൊണ്ട് ആ ഒരു താക്കോലുകൾ അത്രത്തോളം സൂക്ഷിച്ചിരുന്നു. ഉസ്കെ മാംസസെ ചിപ്പകിത്, അവളുടെ മാംസത്തോട് അതെന്ത് ചെയ്തിരുന്നു, ആ താക്കോൽ ഒട്ടിപ്പിടിച്ചിരുന്നു. ഇസ് ചാബിനെ ഉസ്കി ദേഹ് പർ ജഗ്മ കർ ദിയാ താ, ഈ ഒരു താക്കോല് അവളുടെ എന്താണ് ശരീരവുമായിട്ട് അത്രയ്ക്കും ബന്ധപ്പെട്ടിരുന്നു. पर उसने जीते जी इस चाबी को अपने മാംസ से नहीं, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ എന്ത് ചെയ്തില്ല, അവൾ ആ ചാവി അല്ലെങ്കിൽ ആ ഒരു താക്കോല് അവൾ എന്ത് ചെയ്തില്ല, എടുത്തു മാറ്റിയില്ല. മുർക്കി ബുലാക്കി ഏക്കൗര്, അവളും എന്താണ് ഒരു പെണ്ണായിരുന്നു. രാജവന്തി ഐസേ റോയി ജैसे उसकी आंखों में മുർക്കി के आंसू मिले हुए थे, രാജവന്തി എന്ത് ചെയ്തു, അങ്ങനെ കരഞ്ഞു. എങ്ങനെ കരഞ്ഞു, അത് കണ്ട നമുക്ക് എന്ത് തോന്നും, മുർക്കിക്ക് ആൻസു വെച്ചാൽ മുർക്കിയുടെ കണ്ണുനീരിനോട് എന്താണ് രാജവന്തിയുടെ കണ്ണുനീര് കൂടി ചേരുന്നത് പോലെ തോന്നി. അവ സിർഫ് മുർക്കിക്ക് നെഹി സാരി ഔരത് ജാതിക്ക് ആൻസു വെച്ചാൽ മുർക്കിയുടെ മാത്രമല്ല നമ്മുടെ ലോകത്തിലെ എല്ലാ എന്താണ് നിസ്സഹായരായ സ്ത്രീകളുടെയും കണ്ണുനീരിനോട് ചേരുന്നത് പോലെ തോന്നി. കാരണം നമ്മുടെ സമൂഹത്തിൽ നമുക്കൊരു പുരുഷനില്ലാതെ ജീവിക്കുക എന്നുള്ള ഒരു കടമ്പ, അതായത് എന്നിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ പുരുഷൻ അവളെ കളഞ്ഞിട്ട് പോയപ്പോൾ പോലും അവൾ എന്ത് ചെയ്തു, സംഘർഷഭരിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് എന്ത് ചെയ്തു, പിടിച്ചു നിന്നു എന്നുള്ളതിൻ്റെ ഒരു ശക്തമായൊരു തെളിവാണ് മുർക്കി എന്ന് പറയുന്ന ഈ കഥാപാത്രം. പിന്നെ അവളെ സംരക്ഷിക്കാൻ തോന്നിയ ആ രാജവന്തി എന്ന് പറയുന്ന ആ അമ്മയുടെ മഹത്തായ ഒരു മനസ്സ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഇത്രയും അവളുടെ കഥ കേട്ടപ്പോൾ ഒരു പുരുഷനായ കുമാറിൻ്റെ കണ്ണ് പോലും എന്ത് ചെയ്തു, നിറഞ്ഞുപോയി. അപ്പോൾ മനുഷ്യത്വം വെച്ചാൽ കളഞ്ഞിട്ട് പോകുന്ന പുരുഷന്മാർ മാത്രമല്ല നമ്മുടെ സമൂഹത്തിലുള്ളത്, അല്ലെങ്കിൽ സംരക്ഷിക്കാൻ കഴിയാത്ത പുരുഷന്മാർ മാത്രമല്ല നമ്മുടെ എന്താണ് സമൂഹത്തിലുള്ളത് എന്ന് തെളിയിച്ചു തരുന്ന ഒരു മകനായിട്ട് ആരെയും വിലയിരുത്തുന്നു, കുമാർ എന്ന് പറയുന്ന മകനെയും ഇതിൽ വിലയിരുത്തുന്നു. അപ്പോൾ ഇതാണ് മക്കളെ നമ്മുടെ ഏത് മുർക്കി ഉർഫ് ബുലാക്കി എന്ന് പറയുന്ന ഈ ഒരു കഥ. നമ്മുടെ സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ എന്താണ് സംഘർഷഭരിതമാകുന്ന കുറച്ച് സ്ത്രീകളുടെ കഥ. താങ്ക് യു മക്കളെ.